ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഉമ്മച്ചി കളിച്ച് വളർന്ന നാട്ടിലാണ്. ഇവിടെയാണ് എൻ്റെ ഉമ്മച്ചി പണ്ടൊക്കെ കളിച്ച് വന്നത്. നമ്മളിന്ന് ഒരു കാട്ടു സവാരിക്ക് നടക്കുകയാണ് ഗായ്സ്. ഫ്രണ്ടിൽ അവർ പോകുന്നുണ്ട്. നമ്മൾ ഗായ്സ് നല്ല ഭംഗിയുള്ള നമ്മുടെ മലയാളം നാടെന്ന് പറയാം. നല്ല ഭംഗിയുള്ള നാട്, കാടും. ഇവിടെയൊക്കെ പന്നി ഇറങ്ങാറുണ്ട് ഗായ്സ്. അതിൻ്റെ അപകടമൊക്കെ ഇവർ കുറേ നേരിടുന്നു. നമ്മളിപ്പം വെള്ളം കുത്താനാണ് പോകുന്നത്. നമ്മുടെ നല്ല പച്ചക്കാട്. ഇത് വെയിലായതുകൊണ്ട് കുറേ കരിയിലേക്കാണ്. മഴയത്ത് നല്ല ഒരു പ്രത്യേക വൈബാട്ടോ ഇവിടെ. ഞാൻ എല്ലാ പ്രാവശ്യത്തെ ലീവിലും ഇങ്ങോട്ട് വരും. മഴയത്ത് പ്രത്യേക വൈബ് ഇങ്ങോട്ട് വരാം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാതിരി വൈബാണ്. എന്തൊക്കെ കുഞ്ഞാണ്. ആ വീട്ടിലൊക്കെ ആൾക്കാർ 2-3 വർഷത്തേക്ക് ആൾക്കാർ താമസമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം വേറെ വേറെ വീടൊക്കെ വെച്ച് പോയിരിക്കുന്നു. നല്ല പാറയാണ്. ഇതുവഴിയൊന്നും വണ്ടി കയറത്തില്ല. സൈക്കിളുണ്ടേ വേണേ തള്ളിക്കൊണ്ട് പോവാം. ഇത് കണ്ടോ, പഴയ വീടാണ്. ഇതിനൊക്കെ ഞാൻ കുറേ മാങ്ങ പറിച്ചിട്ടുള്ളതാണ്. പണ്ടാൾ ഇവിടെ താമസിച്ച ആൾക്കാർ നിന്ന വീടാണിത്. പിന്നെ ഇത് ഞങ്ങൾ എപ്പം മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിലും ഈ മരത്തെ വേനൽക്കാലത്ത് ഇവിടെ വരികയാണെങ്കിലും ഇവിടുന്ന് മാങ്ങ പറിക്കുന്നതായ നല്ല വലിയ മരമാണ്. അത്യാവശ്യം നല്ല വലിയ മരമാണ് ഗൈസ്. പിന്നെ കുറേ പച്ചപ്പുണ്ട്. പിന്നെ ഇനി നമുക്ക് മേളോട്ട് കിടക്കാം. ഗൈസ്. ഇതുണ്ടോ, നമ്മളിപ്പം വെള്ളം ഇടാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു കിണറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ച് ദാഹം അകറ്റാൻ. ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് വരാം. ഇതാണ് ഇവിടെ വേറെ ആൾക്കാർ താമസിച്ച വീടാണ്. ഇതിപ്പോൾ പൂട്ടിയിടുകയാണ്. ഇവിടെ മൊത്തം കാട് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒന്നുമില്ല, കാട് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. പന്നി ശല്യം ഉള്ളതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും വിട്ടുപോയതാണ്. അതുകൊണ്ട് ഇവിടെ ആരും ഇപ്പം അധികം നിൽക്കാറില്ല. ഇപ്പം ഈ മലമേഘത്തേക്കില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ വീടൊക്കെ ഉണ്ട്. എന്നാലും അവർ കളിക്കാൻ ഒരു പ്രത്യേക വൈബാണ് ഗൈസ്. അത് ഞാൻ പണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഈ സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പം കായൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പം വീണിട്ടൊക്കെ ഉള്ളതാണ്. കണ്ടോ, വലിയ കല്ലൊക്കെ. നിൽക്കാൻ പേടിയാണ്, എന്നാലും നിൽക്കുകയാണ്. നമ്മൾ കയറി വന്ന വഴിയാണത്. നമ്മൾ ഭയങ്കര ദീർഘയാത്ര ഉണ്ട് വന്നതേ ഇതേ ഗൈസ്. പിന്നെ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. അതിപ്പം അതിൻ്റെ വണ്ടയിലോട്ട് എന്തൊക്കെയോ മരമൊക്കെ ഒടിഞ്ഞു വീണ് അതിപ്പം അതുവരെ ഇവിടെ പന്നി ശല്യം ആയതുകൊണ്ട് പോയേക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ആരുമില്ല. വീട് പൂട്ടിയിട്ടിട്ട് പോയേക്കുകയാണ്. കണ്ടോ, ആരുമില്ല ഇവിടെ. ഇപ്പോൾ ഈ വീട്, ഈ കണ്ണാടി, ഈ ഡോർസും മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇവിടെ ഇല്ല. പിന്നെ ഈ വീടിൻ്റെ ഈ അകത്തെന്തെങ്കിലും കസേരയൊക്കെ കാണുമായിരിക്കും. നമുക്കത് അറിയത്തില്ല. ഇത് പൂട്ടിയിട്ടേക്കുകയാണ്. ഇത് പുതിയ വാതിലാണ് ഗൈസ്. ഇവിടെ കാട്ടുപന്നിയുടെ മൃഗങ്ങളുടെയൊക്കെ ഓരോരോ ശല്യങ്ങളുള്ളതുകൊണ്ടാണ് ഇവർ ഗൈസ് നമ്മളങ്ങനെ വലിയ മണ്ടയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടും കാടാണ് ഗൈസ്. കയറാൻ പേടിയൊന്നുമില്ല, എന്നാലും നമ്മൾ കയറുകയാണ്. അയ്യോ, ഈ കാടെല്ലാം കയറി വന്നിരിക്കുകയാണ്. ഇതാണ് ആ വീടിൻ്റെ മേൽക്കൂര. ഞാൻ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഉണ്ട്, അമ്മായിയൊക്കെ ഉണ്ടാണ്. ഇവിടെയൊക്കെ പന്നി ഇറങ്ങിയിട്ടാണ്. ഇതാണ് ആ കല്ലൊക്കെ പന്നികൾ
തള്ളിയിട്ടതാണ്. അതാണ് ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ വിസിറ്റ് ചെയ്യുക. നമ്മൾ ഇനി മേളോട്ട് കയറുകയാണ്. വെള്ളം വിടാം. കുറേ മേളോട്ട് പോയി നമ്മളിനി ബാക്കി കാണുന്നത് ഞാനൊന്നും വെള്ളുന്നില്ല. ഇതൊക്കെ പന്നികളുടെ ശല്യം. പന്നികൾ പിടിച്ചിട്ടതാണ് കേട്ടോ. എൻ്റെ അത് ബാക്കി മുറിച്ചിട്ടാണ്. ഇതൊക്കെ പന്നികളെ കുത്തി വരച്ചിട്ടാണ്. കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പന്നികളൊക്കെ കുത്തി വരച്ചിട്ടാണ്. പന്നികളിട്ട കുഴികളാണ്. ഇത് മൊത്തം പന്നികളൊക്കെ ഇട്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ആത്തച്ചാക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞങ്ങൾ താഴോട്ട് ഞാൻ താഴോട്ട് പോവുകയാണ്. ഞാൻ പറയേണ്ട ആത്തപ്പഴം പറിക്കുകയാണ്. പഴുത്താണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നെങ്കിൽ ഇനി താഴോട്ട് പോയി അതുവഴി അവിടെയൊക്കെ വെള്ളം ഇടാൻ ഇനിയും പോകണം. അത് നമ്മൾ അടുത്ത പാർട്ടി കാണിക്കുന്നതാണ്. ഈ പാർട്ടി ഇപ്പം അവസാനിക്കുന്നതാണ്. അടുത്ത പാർട്ടി നമ്മൾ കാണിക്കുന്നതാണ് ഗൈസ്. നമ്മൾ പറിച്ച ആത്തപ്പഴമാണിത്. ഇനി നമ്മൾ അടുത്ത വെള്ളം ഇടാൻ പോകുന്നത് പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അങ്ങ് മണ്ടയിൽ കയറി പോകേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് താഴോട്ടാണ് ഇതിന് കഴിക്കുന്നതൊക്കെ പാർട്ട് 2 വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്. പക്ഷേ ഇത് നമുക്കിപ്പോൾ തിന്നത്തില്ല. ഇത് അരിയിലൊക്കെ വെക്കണം. ഇത് പഴുക്കണം. എന്നിട്ട് നമുക്ക് തിന്നത്തുള്ളൂ. നാളെ നമ്മളിത് തിന്നുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം സൈനിങ്.